നമസ്കാരം. ഒരു വർഷത്തിൽ 26 ഏകാദശികളുണ്ട്. ഏകാദശി എന്നാൽ വാവ് കഴിഞ്ഞു വരുന്ന 11ാം ദിവസമാകുന്നു. ഇതിൽ പ്രധാനമായും 3 ഏകാദശി പറയുന്നതാണ്. ആദ്യത്തേത് തൃപ്പയാറാകുന്നു. ഗുരുവായൂർ, സ്വർഗവാതിൽ എന്നീ ഏകാദശികളെയും പരാമർശിക്കാം. നാളെ വിശ്വവിഖ്യാതമായ ഗുരുവായൂർ ഏകാദശിയാകുന്നു. ഭഗവാൻ ഭക്തരുടെ കൈപിടിച്ച് അനുഗ്രഹം ചൊരിയുന്നതായ ദിവസം. ഭൂമി സാക്ഷാൽ വൈകുണ്ഠമായി, ഭഗവാന്റെ വൈകുണ്ഠമായി മാറുന്ന ദിവസം. വ്രതമെടുക്കുന്നവരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഏകാദശിയുടെ തലേ ദിവസം, ദശമി ദിവസം മുതൽ തന്നെ വ്രതം തുടങ്ങും. അന്ന് ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ ആകാവൂ. ദ്വാദശി നാളിലും ഒരു നേരത്തെ ഭക്ഷണമേ പാടുള്ളൂ. ഏകാദശി ദിവസം ധാന്യങ്ങൾ ഒഴിവാക്കുമ്പോൾ പഴങ്ങൾ കഴിക്കാവുന്നതാകുന്നു. ക്രമേണ പഴങ്ങൾ ഉപേക്ഷിച്ച് വെള്ളം മാത്രം സേവിക്കാം. പിന്നെ വെള്ളവും ഉപേക്ഷിക്കാവുന്നതാണ്. ഇപ്രകാരമാണ് വിശ്വാസം. എന്നാൽ പരമപ്രധാനമായത് ആരോഗ്യമാണ്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ചില കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വ്രതം എടുക്കുന്നവരാണ് എങ്കിലും എടുക്കാത്തവരാണ് എങ്കിലും ഈ കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ ചെയ്യണം എന്ന് തന്നെ പരാമർശിക്കാം. അത്തരത്തിൽ ചെയ്യുന്നതിലൂടെ സർവ്വ സൗഭാഗ്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നിങ്ങൾ തീർച്ചയായും നിർബന്ധമായും വിളക്ക് വീടുകളിൽ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. വീടും പരിസരവും വളരെ ശുദ്ധിയായി തന്നെ സൂക്ഷിക്കുക. പ്രത്യേകിച്ചും വീടിന്റെ പ്രധാന വാതിലിൽ സ്വസ്തിക ചിഹ്നം വരയ്ക്കുന്നത് ഏറ്റവും വിശേഷമായി തന്നെ മാറും. കുളിച്ച ശുഭ വസ്ത്രങ്ങൾ തന്നെ ഇന്നേ ദിവസം ധരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. നാരായണീയം, ഭാഗവത പാരായണം എന്നിവ ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം നിങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം ദേഷ്യം നിങ്ങൾക്ക് പാടുള്ളതല്ല. ദേഷ്യം പൂർണ്ണമായും ഒഴിവാക്കി ഭഗവാനെ സ്മരിച്ച് മുന്നോട്ട് പോകേണ്ടതായ ദിവസങ്ങളാണ് ഇത്. മത്സ്യവും മാംസവും ലഹരിയും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ ദിവസം. സംസാര കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മോശമായ വാക്കുകൾ പ്രയോഗിക്കുവാൻ പാടുള്ളതല്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ പാടുള്ളതല്ല. അത്തരം കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. മൃഗങ്ങൾ, പക്ഷികളെ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല. അവർക്ക് ഭക്ഷണം നൽകുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. മറ്റുള്ളവരുടെ മനസ്സ് ഒരിക്കലും നിങ്ങൾ വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. മറ്റുള്ളവരുടെ മനസ്സ് നിങ്ങൾ വിഷമിപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ സൗഭാഗ്യങ്ങൾ പോലും നഷ്ടമായി തീരും. ഏകാദശി തിഥിക്കും പ്രത്യേകതയുണ്ട്. വളരെയധികം വിശേഷമാണ്. അതുകൂടി മനസ്സിലാക്കുക. ഏകാദശി തിഥിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ 11 പുലർച്ചെ 3:42 മുതൽ ഡിസംബർ 12 പുലർച്ചെ 1:09 വരെയാകുന്നു. അഥവാ രാത്രി 1:09 വരെയാണ്. പ്രധാന സമയങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. ഈ സമയത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ഹരിവാസര സമയത്തെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഇത്തവണത്തെ ഗുരുവായൂർ ഏകാദശിയുടെ ഹരിവാസര സമയം വരുന്നത് വൈകിട്ട് 6:27 മുതൽ, അതായത് ഡിസംബർ 11 വൈകിട്ട് 6:27 മുതൽ 12 രാവിലെ 6:28 വരെയാകുന്നു. ഈ സമയം അത്രമേൽ പ്രാധാന്യമുള്ള സമയമാകുന്നു. ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും അധികം ഭൂമിയിൽ അനുഭവിക്കുന്നതായ ഒരു സമയമാണ് ഇത്. ഈ സമയം വ്രതം എടുക്കുന്നവർ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ ഉറങ്ങാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധിക്കുന്ന ഏവരും ഈ സമയം ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ട് നിങ്ങൾ ഇരിക്കുക. സർവ ഐശ്വര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. അത്രമേൽ പ്രാധാന്യമുള്ള സമയമാകുന്നു. അഖണ്ഡ ദീപം, അതായത് നാളെ വൈകുന്നേരം വിളക്ക് തെളിയിക്കുന്നത് മുതൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യുക. മറ്റന്നാൾ രാവിലെ 6:28 വരെ നിങ്ങൾ തെളിയിക്കണം. ഏറ്റവും വിശേഷമാണ്. ഇപ്രകാരം തെളിയിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതായ ഏതൊരു വ്യക്തിക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം കലിദോഷ നിവാരണ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല ദുരിതങ്ങൾക്കും
ശമനത്തിന് കാരണമായി തീരും. ആ മന്ത്രം ഇപ്രകാരമാണ്: ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രമാകുന്നു. മറ്റു ചില മന്ത്രങ്ങളും ജപിക്കുന്നത് ഉത്തമമാണ്. ഇതേക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. എത്രമേൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ, എത്രമേൽ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നുവോ, അത്രമേൽ പുണ്യം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും. അത്രമേൽ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ബ്രാഹ്മമുഹൂർത്തത്തിൽ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ ചെയ്യണം. ഈ സമയം, അതായത് ഡിസംബർ 11, 12 എന്നീ ദിവസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ബ്രാഹ്മമുഹൂർത്തത്തിൽ, ഈ ദിവസങ്ങളിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ഉണർന്ന് വിളക്ക് തെളിയിച്ച് ഭഗവത് നാമങ്ങൾ ഉരുവിടുകയാണ് എങ്കിൽ നടക്കാത്തതായ കാര്യങ്ങളില്ല എന്ന് തന്നെ പരാമർശിക്കാം. ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണരണം. കൂടാതെ ഈ സമയം ഭദ്രദീപം തെളിയിക്കുന്നതും അത് നെയ്വിളക്കാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് വന്നു ചേരുക. ഈ കാര്യത്തിനും പ്രാധാന്യം നൽകുക. കുടുംബാംഗങ്ങൾ ഏവരും ഈ സമയം ഉണർന്ന് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വൈകുന്നേരം വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ വൈകുന്നേരം വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. നൈവേദ്യം ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. കൂടാതെ പാൽ അല്പം തേൻ ഒഴിച്ച് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇങ്ങനെ ചെയ്യുന്നത് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. മഞ്ഞ പുഷ്പങ്ങൾ തലേ ദിവസം പറിച്ചു വച്ചിരിക്കുന്നതായ തുളസി ഉണ്ട് എങ്കിൽ ആ തുളസി സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ തുളസിമാലയായി നിങ്ങൾക്ക് ചാർത്തുകയോ ചെയ്യാം. എന്നാൽ തുളസിമാലയുടെ നീളം ഭഗവാന്റെ കാൽപാദം വരെ ഉണ്ടാകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കൂടാതെ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും മറ്റുള്ളവർക്ക് ദാനം നൽകുന്നത് ഏറ്റവും വിശേഷമാകുന്നു. നിങ്ങൾക്ക് സാധിക്കുന്നതായ വസ്തുക്കൾ മറ്റുള്ളവർക്ക് ദാനമായി നൽകുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലദായകമാണ്. പ്രത്യേകിച്ചും മറ്റുള്ളവർക്ക് ധനം, വസ്ത്രം എന്നിവ ദാനം ചെയ്യുന്നതും ഭക്ഷണ വസ്തുക്കൾ ദാനം ചെയ്യുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. കൂടാതെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ ജലവും ആഹാരവും നൽകുന്നതും ഭഗവത് പ്രീതി ഇരട്ടിക്കുന്നതിന് സഹായകരം തന്നെയാകുന്നു. കൂടാതെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ചില വഴിപാടുകൾ നടത്തുന്നതും വിശേഷം തന്നെയാകുന്നു. ഇതേക്കുറിച്ചും വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ എത്തുവാൻ സാധിക്കുന്നത്, ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യമാകുന്നു. അതിനാൽ ഏവരും ഗുരുവായൂരിൽ ദർശനം നടത്തുവാൻ, ഈ ദിവസങ്ങളിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധിക്കാത്തവരാണ് എങ്കിൽ വിളക്ക് തെളിയിച്ച് ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യണം. ഒരു കാര്യം കൂടി ഓർക്കുക, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ്. ആ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യണം. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഭഗവാനെ നിങ്ങൾ ആരാധിക്കുക. സർവ്വ സൗഭാഗ്യവും ഐശ്വര്യവും ഭഗവാൻ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇനി പരാമർശിക്കാനായി പോകുന്നത് പാരണ സമയത്തെ കുറിച്ചാകുന്നു. പാരണ സമയം വരുന്നത് ഡിസംബർ 12 രാവിലെ 6:57 മുതൽ രാവിലെ 9:10 വരെയുള്ള സമയത്താകുന്നു. ഡിസംബർ 12 വരുന്നത്. ദിവസത്തിന് പ്രാധാന്യമുണ്ട്. ഈ സമയത്ത് തന്നെ പാരണ വീടുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വീടുകളിൽ വച്ചോ ഇപ്രകാരം നിങ്ങൾക്ക് പാരണ വീടാവുന്നതുമാണ്. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.